ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരോടും നന്ദി പറയുന്നു. പുതുതായി കടന്നു വന്നവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഇവിടെ അനേക ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം വായിപ്പാൻ ഇപ്പോൾ ആളില്ല. ഈ കാര്യങ്ങളെല്ലാം നോക്കി കുഞ്ഞുങ്ങളും എല്ലാവരും പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. നമുക്ക് ലഭിക്കുന്ന താലന്തുകൾ എല്ലാം കർത്താവിൻ്റെ നാമമഹത്വത്തിനായി തീരുവാൻ ഇടയാകട്ടെ. ഇന്ന് സൺഡേ സ്കൂളില്ല. സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ കഴിഞ്ഞ് പിള്ളേരുടെ മാർക്കൊക്കെ ടീച്ചേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ആഴ്ച കുഞ്ഞുങ്ങളുടെ മാർക്കൊക്കെ പറയും. പേപ്പർ നോക്കാനുള്ളവർ നോക്കണം. പിന്നീട് സ്തോത്രം, ഈ നമ്മുടെ ആണ്ടർതി യോഗത്തിന് നമുക്ക് പ്രത്യേകതയൊന്നുമില്ല. കുഞ്ഞുങ്ങളുടെ വാർഷികമാണ് നമ്മളന്ന് നടത്തുന്നത്. ആ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാവരും ഉപേക്ഷയായി വിചാരിക്കരുത്. നമ്മൾ എന്ത് ചെയ്താലും കർത്താവിനെന്നവണ്ണം ചെയ്യണമെന്നാണ് പറയുന്നത്. നമുക്കൊരു പേരെടുക്കാനല്ല, ഏത് കാര്യം ചെയ്താലും ഒരു നന്മ ചെയ്താൽ കർത്താവിനെന്നവണ്ണം ചെയ്യണം. ആരെയെങ്കിലും സ്നേഹിച്ചാൽ കർത്താവിന് ഒന്നവണ്ണം ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കർത്താവിന് കൊടുക്കുന്ന പോലെ കൊടുക്കണം. ആ ഒരു ലൈനിലേക്ക് നാം വരുമ്പോൾ നമ്മൾ ആത്മീയമായി വളരും. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർപ്പിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും കാര്യം എല്ലാവരും ആത്മീയമായി വളർന്നു വരണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നമ്മളും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഇവിടെ ആത്മീയമായ പല കാര്യങ്ങളും ആരംഭിക്കും ഒക്കെ ചെയ്യും. സ്തോത്രം, നമ്മൾ വളർന്നു വരണം. സ്തോത്രം. ഇന്ന് പകലിൽ എൻ്റെ ചിന്തയിലേക്ക് വന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്ക് സുപരിചിതമായൊരു വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നുള്ള ഭാഗമാണ്. നമുക്ക് പലപ്പോഴും അറിയാം, ചില ആളുകൾക്ക് ആ വാക്യങ്ങളെല്ലാം കാണാതെ അറിയാവുന്നവരുണ്ട്. എനിക്കത്രയും കാണാതെ പഠിക്കാനുള്ള കഴിവില്ല. ഇതൊക്കെ ഒന്ന് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം അത് ഒന്ന് കാണാതെ പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും ഒരു ചലഞ്ചായിട്ട് ഒന്ന് ഏൽപ്പിക്കുകയാണ്. കാണാതെ പഠിച്ച് നമ്മുടെ വാർഷികത്തിന് അവതരിപ്പിക്കുകയാണെങ്കിൽ പ്രത്യേക സമ്മാനം സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഉണ്ടായിരിക്കും. ഗിരിപ്രഭാഷണം എന്ന് പറയുമ്പോൾ 5, 6, 7 അതിലേറ്റാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അതൊന്ന് പഠിച്ചിരുന്നാൽ നല്ലതാണ്. ആളുകൾ പറയുന്ന ഭരണഘടനയിൽപ്പെട്ട പല കാര്യങ്ങളും അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളിലാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. സ്തോത്രം. നമ്മൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാ അമേരിക്കയിലുള്ള പോസ്റ്റുകൾ ഞങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അവർ ബൈബിളിൻ്റെ പഠനം അവിടെ സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കിയതാണ്. സ്കൂളുകളിൽ നിന്ന് ബൈബിളിൻ്റെ പഠനം ഒഴിവാക്കി. എന്നാൽ അവരിപ്പോൾ അത് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം പൂർണ്ണതയിലേക്ക് മനുഷ്യൻ വരണമെങ്കിൽ ദൈവവചനത്തിലേക്ക് വന്നാലേ ഉള്ളൂ. സങ്കീർത്തനത്തിൽ കൂടെ നമ്മളത് കേൾപ്പാനിടയായി. ഇപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ വെറുതെ ഉപദ്രവിക്കപ്പെടുന്നവരല്ല, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ. ഇന്നലെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കുറുവാ സംഘത്തെ പിടിച്ചു. അവൻ ആ വിലങ്ങോടുകൂടി ചാടിപ്പോയി. അവസാനം നമ്മുടെ കുണ്ടന്നൂർ പാലത്തിൻ്റെ അടിയിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്ന തമ്പ്, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം. അവിടെ പോലീസ് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവസാനം എറണാകുളത്തുള്ള പോലീസും എല്ലാവരും ഇറങ്ങി കായലിൻ്റെ സൈഡിൽ ഒരു കലുങ്കിൻ്റെ അടിയിൽ അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ പിടിച്ചു കഴിഞ്ഞാൽ ഓമനിക്കുകയല്ലല്ലോ ചെയ്യാറുള്ളത്. പക്ഷേ അവന് ലഭിക്കുന്നത് അവൻ്റേതായ പ്രവൃത്തിയുടെ അനുസരിച്ചാണ്. അപ്പോൾ ഉപദ്രവം ഏൽക്കും. നമ്മളും ശ്രദ്ധിച്ചോണം കേട്ടോ. വീടുകളൊക്കെ അത്യാവശ്യം പൂട്ടിയൊക്കെ ഇടണം. പല ആളുകളും പിരിവിനാണെന്ന് പറയുകയും അപ്പോൾ ഓരോന്നിനും വരുന്നത് വെറുതെ തട്ടിപ്പാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെ പുളിക്കാശ്ശേരിയിൽ വീട്ടിൽ ഒരാൾ വരുന്ന ഞാൻ കണ്ടു. അവരാരും ഇല്ലായിരുന്നു. അപ്പോൾ ചാരിറ്റി ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ആളില്ല, ഒരാളുള്ളത് ഇവിടെ എന്ന് പറഞ്ഞു. ചാരിറ്റി ചെയ്യുമോ എന്ന്.
അപ്പോൾ സ്കൂട്ടറെ വന്ന് എൻ്റെ അടുക്ക ഞാൻ ആ മതിലിൽ ഇരിക്കുക, ഇവിടെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക. അവരെ കണ്ടാൽ തന്നെ എന്ത് ചാരിറ്റിയാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ വിട്ടുപോയി. എന്ത് ചാരിറ്റിയാണെന്ന് ചോദിച്ചപ്പോഴേ വിട്ടുപോയി. ചുമ്മാ ഓരോരുത്തർ ചാരിറ്റിയാ, അനാഥശാലയാ, ഓർഫണേജാ എന്നും പറഞ്ഞ് വരുന്നവരുണ്ട്. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വീടുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളെ ഒരുത്തരെയും നമ്മൾ പ്രവേശിപ്പിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് ഓർപ്പിക്കുക. കാരണം അത് പറയാൻ പാടില്ലേലും സ്തോത്രം ഇപ്പോഴത്തെ രീതി അങ്ങനെ ആയേക്കുക. കാരണം വല്ലാത്തൊരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഏത് സമയവും നമ്മൾ അപകടത്തിൽപ്പെടാം. നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകൾക്കൊന്നും നമ്മൾ മറുപടി കൊടുക്കരുത്. സ്തോത്രം. നമ്മൾ അഥവാ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് തോന്നിയാൽ സ്തോത്രം, ബാങ്കിങ്ങുമായിട്ടുള്ള കാര്യത്തിൽ സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എനിക്കൊരബദ്ധം പറ്റിയായിരുന്നു. ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഈ ഒരു കൊറിയർ ഇവിടെ വന്നായിരുന്നു, അത് തിരിച്ചുപോയി. അപ്പോൾ അവർ വീണ്ടും എനിക്ക് മെസ്സേജ് ഇട്ടേച്ച് പറഞ്ഞു അത് തിരിച്ചു വിടാൻ പോവുക, അല്ലെങ്കിൽ അത് 24 മണിക്കൂറിന് ഉള്ളിൽ കിട്ടണമെങ്കിൽ 7 ഞെക്കണമെന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഞാനങ്ങ് ഞെക്കി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു ആകുലം തുടങ്ങിയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ അത് ഞെക്ക് ഇത് ഞെക്കെന്ന് പറഞ്ഞാൽ ഒന്നും ഞെക്കണ്ട. സ്തോത്രം, ശ്രദ്ധിച്ചോണം. നമ്മുടേതായ കാര്യങ്ങൾ സ്തോത്രം എല്ലാം ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. സ്തോത്രം. ഇവിടെ നമ്മൾ ചിന്തിച്ചത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. 1 പത്രോസ് 3:14 പത്രോസ്ലിഹ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. പത്രോസ് ആ കാര്യം എഴുതുകയാണ്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാരാ. സ്തോത്രം. കാരണം നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പല കാര്യങ്ങളിൽ നമ്മൾ പീഡ അനുഭവിക്കുന്നവരാ. സ്തോത്രം, ഹല്ലേലൂയ. പല രീതിയിൽ നമ്മൾ പീഡ അനുഭവിക്കുന്നവരാ. ഏതെങ്കിലും ഒരു പൊതുവായ കാര്യങ്ങളിൽ നമ്മുടെ ബന്ധുക്കളെയോ ചാർച്ചക്കാരുടെയോ കല്യാണങ്ങൾക്കൊക്കെ ചെന്നാൽ പലരുടെയും അടക്കം പറച്ചിൽ നമ്മൾ കേട്ടിട്ടുള്ളവരാ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞങ്ങളൊക്കെ അതിനെ അതിജീവിച്ച് ഓർക്കം ചെയ്തവരാ. ഇപ്പം ഞങ്ങൾക്കതിനകത്ത് ലജ്ജയില്ല, അതൊരു വിഷയവും ഇല്ല. നമ്മൾ പെന്തക്കോസ്തിലെ ഒരു പാസ്റ്ററാണെന്നും ദൈവവചനം പറയുന്നവരാണെന്നും എല്ലാവരോടും പറയുക. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പം ഞങ്ങളുടെ കൂട്ടരൊക്കെ ഒരുമാതിരി ഞങ്ങളെ അംഗീകരിക്കാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ നമ്മൾ അനുദിനം ഈ കാര്യം അനുഭവിക്കുന്നവരാ. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്നപ്പോൾ എൻ്റെ അമ്മയൊക്കെ സ്തോത്രം സ്തോത്രം കാതും കഴുത്തുമൊക്കെ പറിച്ചെന്നും പറഞ്ഞ് ഒത്തിരി അപമാനിക്കുകയും ചില കല്യാണങ്ങൾക്കൊക്കെ വിളിക്കാന്ന് വെച്ചാൽ വിരുന്നിന് വിടാതെ ഇരുന്ന ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ ചെയ്തിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീതി നിമിത്തം നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാ. ഇന്ന് പകലിൽ ആരെങ്കിലും നീതി നിമിത്തം കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്, നമ്മുടെ കർത്താവിന് നമ്മളെ ഓർപ്പിക്കുവാനുള്ളത് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്നുള്ള കാര്യമാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഏതെങ്കിലും ഒരു നിമിത്തത്തിൽ നമ്മൾ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, നമ്മൾ സുവിശേഷകന്മാരെ എല്ലാ ആളുകൾ പറയുന്ന വയറന്മാരെന്നാണ്. എന്ന് വെച്ചാൽ വയറ്റിപ്പഴുപ്പിന് വേണ്ടി നടക്കുക എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചാണ്, കർത്താവിൻ്റെ ഒരു ദാസനെ ഒരിക്കൽ അപമാനിച്ചു കഴിഞ്ഞപ്പോൾ വയറനാണ്, തീറ്റപ്രാന്തനാണ്, അതിനുവേണ്ടി ഇറങ്ങിയേക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിൽ സന്ദർശിക്കാൻ ചെന്നതാണ്. അപ്പോൾ അവരെങ്ങനെ പരസ്യമായി അപമാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വയറ് വീട്ടിൽ വെച്ചേച്ച് പോരണമെന്നാണ് ഓർത്തത്. പക്ഷേ എനിക്ക് മുമ്പേ വയറങ്ങ് പോന്നു, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ? കാരണം എനിക്ക് മുമ്പേ വയറെന്ത് ചെയ്തു? പോന്നു. സ്തോത്രം. ഇങ്ങനെ നമ്മളെ പരസ്യമായി അപമാനിക്കുമ്പോൾ സ്തോത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാ. ഞങ്ങളെയൊക്കെ ബസ്സിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് ആളുകൾ അപമാനിച്ചിട്ടുള്ളതാ. എന്നാൽ തിരുവചനം പറയുകയാണ്, ഇന്ന് ആരെങ്കിലും അപമാനം ഏൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതി നിമിത്തം, അനീതി നിമിത്തമല്ല കേട്ടോ, നീതി നിമിത്തം നമ്മൾ എന്ത് ചെയ്താലാ? കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, സ്തോത്രം, കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളെ പരസ്യമായിട്ട് അപമാനിക്കും. ഞാൻ അമേരിക്കയിൽ ഒരിക്കൽ എനിക്ക് എൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരോട് ദൈവകാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ സഹോദരൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, എടി അവൻ ഇവിടെ ആരെയും പ്രസംഗിക്കാൻ കിട്ടാത്തത് കൊണ്ട് നിന്നോട് പ്രസംഗിക്കുകയാണ്. അവൻ ഇവിടെ ആരെയും പ്രസംഗിക്കാൻ എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. അപ്പം നമ്മളെ വെച്ച് അങ്ങ് പറയും.
അപ്പോൾ തിരുവചനം എന്താ പറയുന്നത്? സ്തോത്രം. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എടുത്തെങ്കിൽ ഇത് വായിച്ച്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51:7. നീതിയെ അറിയുന്നവരും നമ്മൾ നീതിയെ അറിയണം കേട്ടോ. അനീതിയല്ല അറിയേണ്ടത്, നീതി അറിയണം. നീതി എന്താണ്, സത്യം എന്താണെന്ന് അറിയണം. ഈ സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ മുൻവിധിയായിട്ട് ഓരോന്ന് ചെയ്യും. സത്യം അറിയാതെ, യാഥാർത്ഥ്യം അറിയാതെ നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടും. യാഥാർത്ഥ്യം അറിയാതെ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ പ്രസംഗിച്ചതാണ്. ഡോക്ടർ KP യോഹന്നാൻ്റെ ഒരു പുസ്തകമുണ്ട്. സ്തോത്രം. ആ പുസ്തകത്തിനകത്ത് ഞാൻ വായിച്ചതാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞ എന്ന് തോന്നുന്നു, ആ പുസ്തകമാണെന്ന് തോന്നുന്നു. അദ്ദേഹം എഴുതിയൊരു കാര്യമാണ്. ഒരു ബസ്സിൽ ഒരു ചെറുക്കനും പെണ്ണും കൂടെ യാത്ര ചെയ്യുക. ആ പെണ്ണ് ബസ്സിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റിലിരിക്കുക. സ്തോത്രം. അതിൻ്റെ പുറകിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവള് അങ്ങോട്ട് ആയുമ്പോൾ അവളുടെ മുടിയെ പിടിച്ച് വലിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുക. അപ്പോൾ പല പ്രാവശ്യം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഭർത്താവിൻ്റെ ചെവി മന്ത്രിച്ചു, പുറയിലിരിക്കുന്നവൻ എൻ്റെ മുടിയെ പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വലിക്കുന്നുണ്ടെന്നോ. അപ്പോൾ ആണുങ്ങളുടെ ദേഷ്യം അവനവൻ്റെ ഭാര്യയുടെ മുടിയെ പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞാൽ ഇടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയല്ലേ. അതേളെ ചാടി എഴുന്നേറ്റ് ഇവനെ തല്ലാൻ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പുറകിലിരുന്നൊരു മധ്യവയസ്കൻ പറഞ്ഞു, തല്ലാൻ വരട്ടെ, അദ്ദേഹം പിടിച്ചതല്ല, ഇവിടെ മുടി ഇങ്ങനെ, പെണ്ണുങ്ങൾക്ക് മുടി എന്ന് പറയുന്ന ഒരു ഹരമാണല്ലോ, അതിങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സീറ്റിൻ്റെ പുറകിലോട്ട് കിടക്കുക. അപ്പോൾ അവിടെ ഒരു ആണി ഇങ്ങനെ നീണ്ടു നിൽപ്പുണ്ട്. അപ്പോൾ ഇവൾ അനങ്ങുമ്പം ഈ ആണിയാണ് അതിലെന്ത് ചെയ്യുന്നത്? ഉടക്കുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഞാൻ പറയട്ടെ, ചിലപ്പം ഇങ്ങനെ അറിയാതെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോകും. ഇവിടെ പറയുകയാണ്, സ്തോത്രം, നീതിയെ അറിയുന്നവരും. അപ്പം നീതി എന്താണെന്ന് അറിയണം. ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യത്തിനും നമ്മൾ മധ്യസ്ഥത പറയാൻ പോകാത്തതാണ് നല്ലത് കേട്ടോ. വളരെ ശ്രദ്ധിക്കണേ. ഇപ്പോഴത്തെ കാലത്ത് എവിടെയെങ്കിലും വണ്ടിയും കൊണ്ടൊക്കെ പോകുമ്പോഴാണ് ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കിപ്പോ. കാരണം സ്വന്തം കാര്യം നോക്കരുതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാലമാണ്. ഏത് കാര്യത്തിനും രണ്ട് പക്ഷമുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സദൃശവാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നതാണ്, നിങ്ങൾ ജാമ്യം നിൽക്കരുതെന്ന്. ജാമ്യം എന്ത് ചെയ്യരുത്? നിൽക്കരുത്. നമുക്ക് ഈ സൊസൈറ്റിയിലും അവിടെ ഇവിടെയൊക്കെ ലോൺ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജാമ്യം നിൽക്കേണ്ടി വരും. പക്ഷേ നമുക്കറിയാം ജാമ്യം നിൽക്കരുതെന്ന്. ജാമ്യം നിന്ന് വേദന അനുഭവിച്ചിട്ടുള്ളവനെ ഞാൻ. ജാമ്യം നിന്ന് ഒത്തിരി വേദനയും ഒത്തിരി പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ടുള്ളവനെ ഞാൻ. പക്ഷേ ഇപ്പോഴും പോയി ജാമ്യം നിൽക്കും. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് വിരുദ്ധമാണ്, വചനം അങ്ങനെ പറയുകയാണ്. പക്ഷേ ഒരിടത്തൊരു കാര്യം വന്നാൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് അറിയാമെങ്കിലും സ്തോത്രം നമ്മളതിനകത്ത് പോയി പെട്ടുപോവുക. അപ്പോൾ ജാമ്യം ആരെക്കൊണ്ടെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ആപ്പിലാക്കരുത്. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. അതെന്നാന്ന് ചോദിച്ചാൽ അതാ നീതി അറിയാവുന്നതുകൊണ്ടാണ്. നീതിയെ അറിയുന്നവരും, സ്തോത്രം, നമ്മൾ നീതിയെ അറിയണം. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ സ്തോത്രം. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം വേണം. നമുക്ക് അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്താ? ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണമുണ്ട്. സ്തോത്രം. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? സ്തോത്രം. കാരണം ഒരർത്ഥത്തിൽ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ വചനം അവൻ്റെ ഉള്ളിൽ ഉണ്ട്. ദൈവത്തിൻ്റെ ന്യായപ്രമാണമുള്ളവരാണ് നമ്മളെന്ന് അറിയണം. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ എവിടെയാണേലും, കവലയിലാണേലും, ജംഗ്ഷനിലാണേലും, കടയിലാണേലും ഒക്കെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ രീതിയിൽ മാത്രമേ നമ്മൾ ഇടപെടാവുള്ളൂ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. സ്നേഹം നിഗളിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞേച്ച് പറയുകയാണ്, താഴോട്ട് പറയുകയാണ്, അയോഗ്യമായി എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. സ്തോത്രം. ഈ പ്രമാണം ഉള്ളിലുണ്ടെങ്കിൽ അയോഗ്യമായിട്ട് നമുക്ക് നടക്കാൻ കഴിയത്തില്ല. പ്രമാണം ഉള്ളിലുണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, അയോഗ്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊക്കെ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നവരാ. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നവരാ. പക്ഷേ നമ്മൾ വേറെ എവിടെയെങ്കിലും പുറത്തോട്ട് പോകുമ്പോൾ അത് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ അഥവാ, സ്തോത്രം, നമ്മൾ പുറത്തിറങ്ങരുത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നമ്മുടെ ന്യായപ്രമാണം എന്തുണ്ട്?
ഉള്ളിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആളുകൾ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നത് തെറ്റായ രീതിയാണ്. ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും തെറ്റായ രീതിയാണ്. കാരണം ചിലർ പറയും അതിനെന്നാ കുഴപ്പം, നിങ്ങളുടെ ശരീരം പോലെയല്ലേ ഞങ്ങളുടെ ശരീരം എന്ന് പറയും. തെറ്റായ രീതിയാണ്. കാരണം ന്യായപ്രമാണം ഉള്ളിലുണ്ടെങ്കിൽ അയോഗ്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നടക്കാൻ കഴിയത്തില്ല. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണമേ, അയോഗ്യമായുള്ള കാര്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവർ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുക, നിങ്ങൾ മനുഷ്യരെ നിങ്ങളെ നിന്ദിക്കട്ടെ, അത് നിങ്ങൾ ഭയപ്പെടരുത്. അവരുടെ ദൂഷണത്തെ നമ്മളെ ഒത്തിരി ആളുകൾ ദുഷിക്കും. കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളൊരു മറുപടി പറയാവുള്ളൂ. കാര്യങ്ങൾ അറിയാതെ സ്തോത്രം നമ്മൾ പറയരുത്. മനുഷ്യരെ അവരുടെ ദൂഷണത്തെ പേടിക്കുകയും അരുത്. എന്താ കാര്യം? അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു. സ്തോത്രം. നീ നീതിമാനാണെങ്കിൽ നിന്നെ നിന്ദിക്കുന്നവരും നിന്നെ അപമാനിക്കുന്നവരും പുഴു അവരെ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? വസ്ത്രത്തെ പോലെ അരിച്ചു കളയും. വസ്ത്രത്തെ പോലെ അരിച്ചു കളയും. കൃമി അവരെ കമ്പിളിയെ പോലെ തിന്നു കളയും. കൃമി അവരുടെ കമ്പിളിയെ പോലെ തിന്നു കളയും. അപ്പൊ നീതി ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ നീതിയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് രാജാക്കന്മാർക്ക് അവനെ പേടിയായിരുന്നു. സ്തോത്രം. രാജാവ് പോലും ഹെരോദാവിനുള്ള പേടി, യോഹന്നാൻ നീതിയും വിശുദ്ധിയുള്ളവനായിരുന്നു. അതുകൊണ്ട് അവനെ പേടിയായിരുന്നു. പക്ഷെ അവനും എന്ത് ചെയ്തു? അവനും വെട്ടിലായി. അവൻ്റെ ഒരു പ്രസംഗമാണ്, നീ നിൻ്റെ അത്രയും നീതിയൊക്കെ ഉണ്ടെങ്കിലും ഹെരോദാവിനെതിരായി കവലയിൽ അവൻ പ്രസംഗിച്ചു. സ്തോത്രം. തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് ഉള്ള കാര്യം പറഞ്ഞു. ആളുകൾ ചോദിക്കും, പ്രാസംഗികൻ എന്തിനാ അത് പറഞ്ഞ? വേറെ എന്തെല്ലാം പുസ്തകത്തിലുണ്ടായിരുന്നു, വേറെ എന്തെല്ലാം കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് ചോദിച്ചേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ നീതിയാണ് അവനെ കൊണ്ട് ആ കാര്യം പ്രസംഗിപ്പിച്ചത്. ആ ഒറ്റ പ്രസംഗം കാരണം അവൻ്റെ തലയങ്ങ് പോയി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. അത് ദൈവത്തിൻ്റെ നീതിയായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ന്യായപ്രമാണത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, യോഹന്നാനേക്കാളിൽ വലിയവന് ഇല്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വാക്യമാണ്. സ്തോത്രം. അല്ല, ഒരു അധ്യായമാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 20-ന്റെ 1. എന്നാൽ യിരെമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരിന്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പശ്ഹൂർ പുരോഹിതൻ കേട്ടിട്ട് യിരെമ്യാ പ്രവാചകനെ അടിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കിക്കേ, പശ്ഹൂർ പുരോഹിതൻ, അവൻ പ്രവാചകനുമാ. സ്തോത്രം. പക്ഷേ യിരെമ്യാവിൻ്റെ വചനം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ യിരെമ്യാവിനെ അവൻ എന്ത് ചെയ്തു? അടിച്ചു. സ്തോത്രം. പശ്ഹൂർ പുരോഹിതൻ യിരെമ്യാവിനെ അടിച്ചു, ആമത്തിലാക്കി. ആമത്തിലാക്കി എന്ന് വെച്ചാൽ അവനെ വിലങ്ങ് വെച്ചു, അവൻ്റെ കാല് വിലങ്ങിലിട്ടു. പിറ്റേ ദിവസം അവനെ അഴിച്ചു വിട്ടപ്പോൾ പറഞ്ഞു, അശൂരെ, നീ ഒളിക്കാൻ പോവുക. സ്തോത്രം. നീ അന്യദേശത്ത് അടക്കപ്പെടും, ബാബേലിൽ അടക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാവ് വല്ലാതെ, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. അവനുണ്ടായ ദിവസത്തെയും അവൻ്റെ അപ്പനോട് നിങ്ങളുടെ വീട്ടിലൊരു ആൺകുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞ് അറിയിച്ചവനെയും ഒക്കെ അവന് വല്ലാതെ പറയുക. കാരണം അപ്പനോട് ചെന്ന് അവൻ്റെ ഭാര്യ പ്രസവിച്ചു, നിനക്കൊരു ആൺകുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ അവനെ വരെ, അത് നമ്മൾ വായിച്ചു നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. കാരണം അത്ര വേദനയാണ് തൻ്റെ ജീവിതത്തിൽ വരുന്നത്. 20-ന്റെ 8 മുതലൊന്ന് വായിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിലവിളിച്ചു, സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച്. സ്തോത്രം. ഒന്നുകൂടെ ഒന്നുകൂടെ വായിച്ച്. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ചു. സ്തോത്രം. കാരണം എല്ലാ സാഹചര്യവും അവനെതിരാ. ദൈവം പറഞ്ഞിറക്കിയതാ. ഞാൻ ബാലനാണ്, എന്നെ ഇനി ഇതിന് വിടരുത് എന്ന് പറഞ്ഞ് ദൈവം സമ്മതിപ്പിച്ചിറക്കിയവനാ. സമ്മതിപ്പിച്ചിറക്കിയിട്ടും അവൻ്റെ ജീവിതത്തിൽ ശോധനയാണ്. നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കണം. ദൈവം യഥാർത്ഥമായി വിളിച്ച് വേർതിരിച്ചവനാ. ദൈവം ആ അധ്യായം വായിക്കുമ്പോൾ അറിയാം, ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്താ. പക്ഷെ അവന് വോയിസ് ഇല്ല. എല്ലായിടത്തും പ്രയാസം, നിലവിളി, നീതി നിമിത്തം, കർത്താവിൻ്റെ നാമനിമിത്തം അവൻ ഉപദ്രവിക്കപ്പെടുകയാണ്. നീതി നിമിത്തം, സ്തോത്രം, അവൻ ഉപദ്രവിക്കപ്പെടുകയാണ്. താഴോട്ട് വായിച്ചു.
സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ ദൈവമക്കള് ചിലപ്പോൾ ആവലാതിയൊക്കെ പറയൂട്ടോ, പറയരുതെന്നുള്ളതാ. വേദനയും പ്രയാസം വരുമ്പോൾ യെരമ്യാവ് പോലും ആവലാതി പറയുക. അപ്പോൾ ആളുകൾ ചോദിക്കുക, എന്തിനാ ഇങ്ങനെ പറയുന്നത്? തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, താഴോട്ട് വായിച്ച്. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും നോക്കിക്കേ, ഹേതുവായിരിക്കുന്നു. ആരുടെ വചനമാ? യഹോവയുടെ വചനം ഇപ്പൊ ഇടവിടാതെ എന്തായിരിക്കുക? നിന്ദയ്ക്കും പരിഹാസത്തിനും ഇടയാക്കിയിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച്, ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് നടക്കുന്ന ആളുകളെ നിന്ദിക്കുകയും പഴിക്കുകയും, ഇവിടെ പറയുക യഹോവയുടെ വചനം എനിക്കിപ്പോൾ നിന്ദയ്ക്കും പരിഹാസത്തിനും എന്ത് ചെയ്തിരിക്കുക? ആയിരിക്കുകയാണ്. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്നും പറഞ്ഞാലോ അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. യെരമ്യാവ് പറയാ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണേ. ഇനിയും കർത്താവിനെ കുറിച്ച് പറയുന്നില്ല, ഇതിനെ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞാൽ യെരമ്യാവ് പറയാ, എൻ്റെ അസ്ഥിയിൽ എന്ത് ചെയ്തിരിക്കുക? അത് അടയ്ക്കപ്പെട്ടിരിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേൽ എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്? തീ കത്തുക എന്ന്. അതാണ് ഒരു സുവിശേഷകനിൽ വേണ്ട കാര്യം, ഒരു ദൈവമക്കൾ പൈതലിൽ വേണ്ട കാര്യം അതാ. ആരും സ്തോത്രം അടങ്ങിയിരിക്കരുത്. പറ്റുന്ന ആളുകൾ ഇൻഡിവിജ്വലായിട്ട് ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നവരോടെല്ലാം നമ്മൾ പറയണം, അടക്കി വെക്കരുത്. ആ വചനം ഒന്ന് ഏറ്റെടുക്കണം കേട്ടോ മഹേഷേ, ആ വചനം ഒന്ന് ഏറ്റെടുക്കണം. സ്തോത്രം. ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാലും സ്തോത്രം എന്താണ്? സ്തോത്രം. അത് ആ വാക്യം ഒന്നോട് വായിച്ച്. സ്തോത്രം. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാലോ അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തുന്ന പോലെ ഇരിക്കുന്നു. സ്തോത്രം. ഉള്ളിൽ ജീവനുള്ളവൻ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, ഉള്ളിൽ ജീവനുള്ളവൻ സംസാരിച്ചുകൊണ്ടിരിക്കും, ഉള്ളിൽ ജീവനുള്ളവൻ യേശുവിനെ കുറിച്ച് അറിയിച്ചുകൊണ്ടിരിക്കും. ഏതെല്ലാം മാധ്യമത്തിൽ നമുക്ക് യേശുവിനെ കുറിച്ച് അറിയിക്കാമോ അതേ മാധ്യമങ്ങളിൽ നമ്മൾ യേശുവിനെ കുറിച്ച് അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം മാധ്യമത്തിൽ ദൈവത്തെ അറിയിപ്പാൻ, ഇത് ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തെ മറ്റുള്ളവരോട് അറിയിക്കാനാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം പാമ്പാക്കട വഴി പോകുമ്പോൾ ഒരു വീടിൻ്റെ അതുവഴി പോയപ്പോൾ അവിടെ നിർത്തി അവരെ കണ്ടോണ്ട്, അപ്പോൾ അവർ പറഞ്ഞു പാസ്റ്ററുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം തോന്നി. ഇങ്ങനെ പിടിക്കുന്നത് അനേകർ കേൾക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല, കർത്താവിൻ്റെ നാമത്തെ അറിയിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കിടക്കണം. ഏതെങ്കിലുമൊക്കെ മാധ്യമത്തിൽ. സ്തോത്രം. ഞാൻ ഈ മൊബൈലിൽ അറിയാം, എനിക്കത്ര വലിയ പരിചയമില്ല. സ്തോത്രം. അറിയാവുന്നവരോട് പറയട്ടെ, ഒരു കൊച്ചു മെസ്സേജ് എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാർക്കും ചാർച്ചക്കാർക്കും ഇട്ടു. 1 മിനിറ്റ് മതി. 1 മിനിറ്റ് മതി. മൊബൈലിൽ എന്തോരം പ്രാവീണ്യമുള്ള ആളുകളുണ്ട് ഇവിടെ. 1 മിനിറ്റ് ആർക്കും വേണ്ട. നമ്മുടെ ബന്ധുക്കളും ചാർച്ചക്കാരും രക്ഷിക്കപ്പെടാത്തവർക്ക് ഒന്നിട്ട് കൊടുക്കുക. സ്തോത്രം. കർത്താവിൻ്റെ നാമം നമ്മളിൽ ഉയരും. നമ്മളിത് ചെയ്യാതിരുന്നാലുണ്ടല്ലോ, സ്തോത്രം, ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. എന്നാൽ ഞാൻ അവൻ്റെ പ്രാണനെ ആരോട് ചോദിക്കും? നിന്നോട് ചോദിക്കുമെന്ന് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞത് ചെറിയ മെസ്സേജ്. സ്തോത്രം. 1 മിനിറ്റ്, ഒത്തിരി വേണ്ട. സ്തോത്രം. അല്ലെ ഒരു വചനം നമ്മുടെ ചാർച്ചക്കാർക്കും പ്രിയപ്പെട്ടവർക്കും ഇട്ടുകൊടുക്കുക. എപ്പോഴാണത് ക്രിയ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. എനിക്കൊരു സഹോദരൻ എനിക്കൊരു വചനം അയച്ചു തന്നായിരുന്നു. സ്തോത്രം. ഇപ്പം ഞാനിത് ഈ പ്രസംഗം എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് കാരണം ഇന്ന് യെരമ്യാവിൻ്റെ അത് എടുക്കാൻ കാരണം തന്നെ. സ്തോത്രം. ആ വചനം എനിക്ക് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അതിനൊരു വലിയ പ്രകാശനം തോന്നി. ചിലപ്പോൾ ഒരു വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിനൊരു പ്രകാശനമുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പലരും അവരുടെ സ്റ്റാറ്റസ് ദൈവവചനം ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അനേകരത് ശ്രദ്ധിപ്പാനായിട്ട് ഇടയായിത്തീരും. നാം ചിരിക്കുന്നതും പാർക്കിൽ പോകുന്നതും അതുമൊക്കെ ഇട്ടിട്ടതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ വചനം വന്നിട്ടാൽ കർത്താവിൻ്റെ നാമം നിന്നിൽ കൂടി മഹത്വം എടുക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം നിന്നിൽ കൂടെ മഹത്വം എടുപ്പാനിടയായിത്തീരും. താഴോട്ട് വായിച്ചോ, യെരമ്യാവ് തന്നെ. എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു, ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹിയാതെയായി. പ്രൈസ് ദി ലോർഡ്. ആ വചനം ഒന്ന് അടിവരയിടണേ പെന്തക്കോസുകാര്. യെരമ്യാവ് പറയാ, ഞാൻ സഹിച്ച് തളർന്ന്. ഒന്നുകൂടെ വായിച്ചോളെ. ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹിയാതെയായി. ഞാൻ സഹിച്ച് തളർന്നിരിക്കുന്നു, എനിക്ക് എന്തായി? വഹിയാതെയായെന്ന്. അത്ര ആയൊരു ഇവിടെ ഉണ്ടോ? ഞാൻ സഹിച്ച് തളർന്നിരിക്കുന്നു. ചിലർ പറയുന്നത് എനിക്ക് ഭയങ്കര കടമാ, ഭാരമാന്നൊക്കെ. വസ്തു വിറ്റാൽ തീരാത്ത കടമൊന്നുമില്ലല്ലോ. അല്ലല്ല, എന്തെങ്കിലും തീരാത്ത കടമൊന്നുമില്ലല്ലോ. കോടികളുടെ ആസ്തിയുള്ള നീ 2 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറയരുത് കേട്ടോ. കോടികളുടെ ആസ്തിയുള്ളവൻ 2 ലക്ഷം കടം പറഞ്ഞാൽ
സ്തോത്രം. അതൊന്നും കടമല്ല, ഇത് നമ്മളെ താൽക്കാലികമായി ഏൽപ്പിച്ചെന്നുള്ളേ ഉള്ളൂ, വിൽക്കാനല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. സ്തോത്രം. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഈ പണിയുന്നതൊക്കെ പൊതുവിന് വേണ്ടി പണിയുന്നതാ. സ്തോത്രം. മക്കൾക്ക് വേണ്ടി പണിയുന്നതല്ല, പൊതുവിന് വേണ്ടി പണിയുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മളായി കഴിയാൻ പറ്റുന്ന കാര്യം നാം ചെയ്യുക. കടമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കടം വരുത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. കടം മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. സ്തോത്രം. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ കടയിൽ പോകത്തില്ല കേട്ടോ. കടയിൽ പോയാൽ ചിലവാ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൊച്ചുമക്കളും കൂടെ കടയിൽ പോയി. ഞാൻ തിരിച്ചു വന്നപ്പോൾ കണക്കെഴുതിയപ്പോൾ 2100 രൂപ ചിലവാക്കി വെച്ചാൽ വന്നത് 1 മണിക്കൂറിനകം. അപ്പോൾ അതല്ലേ, കാശില്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങരുതെന്നേ. സ്തോത്രം. ദൈവം വഴി തുറക്കട്ടെന്നേ. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളൊരിടം നമ്മൾ കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുന്നതിന് മുമ്പ് അബ്രഹാമിന് സാറാ പറഞ്ഞ ഉപദേശത്തിന് വേണ്ടി തിരിയാതെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശത്തിലേക്ക് തിരിയും. സ്തോത്രം. അവിടുന്ന് എടുക്കാം ഇവിടുന്ന് എടുക്കാമെന്ന് പറയും. ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി നീ കാത്തിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നീ കാത്തിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഞാൻ സഹിച്ച് എനിക്ക് വഹിയാതെയായെന്ന്. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത ഭാരങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ നാളിൽ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചി പറയുക, കൊച്ചുമക്കൾക്ക് അവരെ കെട്ടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഭാരപ്പെടുക. ഞാൻ ചോദിച്ചു, അവരുടെ അപ്പനും അമ്മയും ഭാരപ്പെട്ടു പോലും ഇരിക്കുകയല്ലേ? ഞാൻ ചിലപ്പോൾ നല്ല റഫായിട്ട് അവരോട് വർത്തമാനം പറയുന്ന. ഞാൻ ചോദിച്ചു, മക്കൾ പിന്നെ ഈ ഇത്രയും പ്രായമായതല്ല, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. എടാ, അവരുടെ ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഈ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യം ഈ തള്ളയോട് അവർ പറയുകയല്ല. സ്തോത്രം. എന്നിട്ട് തള്ളയിട്ടിരുന്ന് ഭാരപ്പെടുക. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മക്കളെ കെട്ടിച്ചോ? അവർക്കെല്ലാം വീടായോ? അവരെല്ലാം ഒരു പൊസിഷനിലായില്ലേ? ഇനി നിങ്ങൾ കൊച്ചുമക്കളുടെ അവരുടെ മക്കൾക്ക് വേണ്ടി ഭാരപ്പെടുന്ന എന്തിനാ? വെറുതെ ഇരുന്ന് മടുക്കുക. ദൈവമക്കൾ ആരും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകരുത് കേട്ടോ. യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ച എന്താ? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ. സ്തോത്രം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ. സ്തോത്രം. അതിനപ്പുറത്തേക്കൊന്നും ഒത്തിരി പോകണ്ട. കാരണം ഈ ലോകം എന്തൊരു ഓടുമെന്നൊന്നും ഒരു അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. താഴോട്ട് വേഗം വായിച്ച മോളെ. സ്തോത്രം. സർവത്ര ഭീതി ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. ഞാൻ സർവത്ര ഭീതി ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പിൻ. ഞങ്ങളും അവനെ കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം. പക്ഷെ അവനെ വശത്താക്കാമെന്ന് എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എന്റെ ചെങ്ങാതിമാരൊക്കെയും പറയുന്നു. നമ്മുടെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടക്കണം. നമ്മുടെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. യെരമ്യാവ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. വീഴ്ചയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മുഖാന്തരം നമ്മുടെ തല താഴാനിടയാകരുത് കേട്ടോ. നമ്മുടെ തല ഉയരണം. സ്തോത്രം. ഹല്ലേലൂയ. തല ഉയരണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വീഴ്ച കാത്തിരിക്കുന്നവരുണ്ടെന്ന് പുസ്തകത്തിലുണ്ട് കേട്ടോ. നമ്മളോടുള്ളൊരു ദൂത. നമ്മുടെ വീഴ്ച കാത്തിരിക്കുന്ന അനേവരുണ്ട്. എന്നാൽ അടുത്ത വാക്യം, അതിന്റെ 11ാമത്തെ വാക്യം വായിക്കുക. വീഴ്ച കാത്തിരിക്കുന്നവരോട് പറയാണ്, മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. 20:11. എന്നാൽ യഹോവ ഒരു മഹാവീരനെ യഹോവ. അതുകൊണ്ട് വീഴ്ച കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ പറയാനുള്ളത്, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? യഹോവ ഒരു മഹാവീരനെ പോലെ നിന്റെ വീഴ്ച കാഴ്ചാൻ നോക്കിയിരിക്കുന്നവരുടെ മധ്യത്തിൽ, നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ യെരമ്യാവിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ടെന്ന്. ഇന്ന് പൽക്കാലം ഒരു ദൂത് ഏറ്റെടുക്കണം. നിന്നെ ഇല്ലായ്മ ചെയ്യുവാനോ നിന്നെ നശിപ്പിക്കുവാനോ പല പ്ലാനുകളും പദ്ധതികളും ആളുകൾ ഇടുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് ഒരു മഹാവീരനെ പോലെ നിന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. എന്നോട് ആളുകൾ പറഞ്ഞതല്ലേ, ഇവിടെ ക്ലച്ച് പിടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞതാ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വേര് പിടിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞതാ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. മഹാവീരനെ പോലെ യഹോവ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം ദൈവമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്കൊരു കഴിവില്ല. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയും പരിപാടിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവനാ. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവം ഇറങ്ങി വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, സ്തോത്രം, ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ വെറുതെ ഒന്ന് നിന്നു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കറിയാം എൻ്റെ ദൈവം
മഹാവീരനെ പോലെ അവനാണ് ഇറങ്ങി വന്ന ഓരോ കാര്യവും ചെയ്യുന്നത്. സ്തോത്രം. അതൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ കഴിവല്ല. ആ വാക്യം വായിച്ചേ. യഹോവയായ ദൈവം മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. ആകയാൽ ഉപദ്രവിക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? ഇടറി വീഴും. നിന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴാൻ പോവുക. ദൈവത്തിന്റെ വചനം പറയുക, നിന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അടുത്തത്, അവർ ജയിക്കുകയില്ല. അവര് ജയിക്കുകയില്ലെന്ന്. സ്തോത്രം. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആളുകളോട് എനിക്ക് ഓർപ്പിക്കാറുള്ളത്, ഒരിക്കലും അവർ ജയിക്കത്തില്ല. കാരണം എൻ്റെ കർത്താവ് പറഞ്ഞു, നീതി നിമിത്തം ഉപദ്രവിക്കുന്നിടന്നെങ്കിൽ നീ ഭാഗ്യവാനാണ്. ആ മത്തായിയുടെ സുവിശേഷം 5:11 വായിച്ച് അവസാനിപ്പിച്ച്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും 5:11 മത്തായി 5:11 എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാ. ചില ആളുകൾ നമ്മളെക്കുറിച്ച് തിന്മയായിട്ട് കളവ് പറയും. അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും അത് സത്യമാണെന്ന് ചിന്തിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് സകല തിന്മയും. ഞങ്ങളൊക്കെ ഒത്തിരി തിന്മകൾ കേട്ടിട്ടുള്ളവരാ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ നീതിയായിട്ട് ഇടപെട്ടാലും തിന്മയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും വായിച്ചോ നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ആളുകൾ എന്തും പറയട്ടെ, അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം. ഇവിടുത്തെ പ്രതിഫലമെല്ലാം മണ്ണരിച്ചു പോകുന്നതാണ്. സ്വർഗത്തിലെ പ്രതിഫലമാണ് വലുത്. നമുക്ക് പ്രാർത്ഥിക്കാം.